കാശ്മീർ ആക്രമിക്കപ്പെട്ടപ്പോൾ, ഇന്ത്യ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വിശിഷ്യ നമ്മുടെ നാട് കേരളത്തിലുണ്ടായ ഏറ്റവും മികച്ച 3 പ്രതികരണങ്ങൾ, മൂന്നും ഒരു ആത്മാർത്ഥതയോടെ ഒരു ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളാണ്. ഒന്ന്, ഹാഷ്മി. ദൂരെ ദൂരെ കടുകുപൂത്ത മഞ്ഞപ്പാടങ്ങൾ, ആപ്പിൾ പൂക്കൾ, മഞ്ഞുമലകൾ. ഈ ഭൂമിയിൽ ഒരു പാരഡൈസ്, ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ്. മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ടവര് ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് കാണാനാവില്ല. ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ്. ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട്, 6 നാൾ മാത്രം നീണ്ടൊരു മധുവിധ മധുരം. ആർത്തു കരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ, ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച് ഇരുമ്പാണികൾ അറഞ്ഞു കയറ്റും പോലെ കൊത്തിപ്പലിക്കുന്നുണ്ട് ആഘാത വേദന. ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ? വൈധവ്യങ്ങൾ, പുത്രദുഃഖങ്ങൾ, അനാഥരായ മക്കൾ, ആ 29 പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാവതാണോ, പൊറുക്കാവതാണോ? അന്ന് പത്താൻകോട്ടിൽ, പുൽവാമയിൽ, ഉറിയിൽ, അമർനാഥിൽ, റിയാസിയിലൊക്കെ കുരുതികൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ, വെറും വ്യാജ വർത്താനം. എന്നിട്ട് അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്, നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ, തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയ സൂത്രധാരൻ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ, ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ, ISIയുടെ സാമന്തനാണെങ്കിൽ, ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ. മറന്നവരാണ് നിങ്ങൾ. പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസെ ഞങ്ങൾ വെറുതെ വിട്ട നാണം കിട്ട ചരിത്രം. കാർഗിൽ തിരിച്ചോട്ടം, ബലാക്കോട്ടിന്റെ നീലാകാശം നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ, താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്യിദ് അടവച്ചിറക്കിയ അന്ധകവിത്തുകൾ, മരണവക്താക്കളൊക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കുക ആവർത്തന ചരിത്രം. ചോര കൊണ്ട് അസരിവാദം, ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്ക് പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം. ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെ കണ്ണാക്കിലേക്ക് റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി, കൂടപ്പറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി. വളരെ ആവേശോജ്വലമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഒരു കാലത്ത് രഞ്ജി പണിക്കരൊക്കെ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ, അല്ലെങ്കിൽ മുരളി ഗോപി എഴുതുന്ന ആഴത്തിൽ അതേ ഇതില് നമ്മുടെ ഹാഷ്മിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആവേശോജ്വലമാണ്. അതോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയണേ വിഷമം തോന്നിയത്, ഒരുപക്ഷെ വേദന തോന്നിയതടക്കം നമ്മുടെ ആരതി എന്നാണെന്ന് തോന്നുന്നു പേര്, ശ്രീ രാമേന്ദ്രന്റെ മകൾ ശ്രീരാമേന്ദ്രൻ അവിടെ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. തൻ്റെ അമ്മയെ, തൻ്റെ അച്ഛൻ മരിച്ചത് അറിയിക്കാതിരിക്കാൻ TV അടക്കം വിച്ഛേദിക്കുകയും മക്കളെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും, ആ രക്ഷപ്പെടുന്നതിലും തന്നെ സഹായിച്ച കാശ്മീരി സഹോദരങ്ങളെ അവർ ഓർക്കുന്നുണ്ട്. മുസാഫിർ, സമീർ, കാശ്മീരിൽ നിന്ന് എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി എന്ന് പറയുന്ന ആരതിയെയും അടക്കം. ഇനി അടുത്തത് ശ്രീ മേജർ രവിയുടെ റെസ്പോൺസാണ്. ആരതിയുടെ വീട്ടില്, രാമേന്ദ്രൻ സാറിന്റെ വീട്ടിൽ പോയിട്ട് മേജർ രവിക്ക് കരച്ചിൽ വരികയാണ്, മേജർ രവിയുടെ കണ്ണ് നിറയുകയാണ്. പക്ഷേ ആരതി ആത്മധൈര്യത്തോടെ പിടിച്ചു നിൽക്കുന്നത് കാണുന്നത് ഭയങ്കര നമുക്ക് വേദന തോന്നുന്ന കാര്യങ്ങളിലൊന്നാണ്. ആരതിയുടെ വാക്കുകളും കൂടി ഒന്ന് കേൾക്കാം. അതിന് പേയ്മെന്റ് ഒന്നുമില്ല. എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവര് 2 പേരും എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും, രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പൊ ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ, അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ. അപ്പൊ അവരെന്നോട് ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്തുള്ള ഒരു അച്ഛൻ, അമ്മയാകാം, മുത്തശ്ശനാകാം, മുത്തശ്ശിയാകാം, സഹോദരന്മാരാകാം, മക്കളാകാം, അവരൊക്കെ മരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ അത് ഹിറ്റ് ചെയ്യില്ല. അതായത് ആ ദിവസങ്ങളിലൊന്നും ഒരുപക്ഷെ നമുക്ക്, അല്ലെങ്കിൽ ആ നിമിഷങ്ങളിൽ ആ നഷ്ടത്തിന്റെ മാഗ്നിറ്റ്യൂഡ് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് പിന്നീടാണ് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. മനസ്സിൽ എന്നും വേദനയായി വളരെ നാളുകൾക്ക് ശേഷമായിരിക്കും അത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും എൻ്റെ അച്ഛനൊക്കെ എനിക്ക് മരിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ വളരെ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ അച്ഛനെയൊക്കെ അങ്ങനെ അച്ഛനെ വെടിവെച്ച് കൊന്നിട്ട് ആ മോള് അത് എലാബറേറ്റ് ചെയ്യുന്നു. ഇന്നലെ ഞാൻ സംഭവിച്ചതാണ്, ഈ ദിവസങ്ങളിൽ ഇത് സംഭവിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ ആരതിക്ക് അത് പറയാൻ കഴിയുന്നത് വലിയ കാര്യമാണ്.
അത് നമ്മുടെ രാജ്യത്തെ അപ്പോഴും രാജ്യത്തിനെ ചേർത്ത് നിർത്തി നമ്മുടെ ഇതൊക്കെ കാണുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലുള്ള ചിലരെ അങ്ങനെ തന്നെ കണക്കിലെടുത്തിടാൻ തോന്നുന്നത്. അവസരങ്ങളിൽ പരമാവധി സ്വന്തം രാഷ്ട്രീയവും മറ്റും തിരികെ സംസാരിക്കുന്നവർക്ക് അതീതമായി യഥാർത്ഥത്തിൽ അവരുടെ ആ വേദനയും വിഷമവും കാണുമ്പോൾ നമുക്ക് വല്ലാതൊരു അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചതാണ്. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു, അത് നേരിട്ട് കണ്ടു. നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ അച്ഛനെ വെടിവെച്ച് കൊല്ലുകയാണെന്ന് ആലോചിച്ചു. നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ അച്ഛനെ വെടിവെച്ച് കൊല്ലുകയാണ് ആ വ്യക്തിയാണെന്ന് പറയുന്നത്. അത് 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 വലിയൊരു കാര്യമാണ്. മേജർ രവി സാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ആരതിയുടെ ധൈര്യത്തിന് സല്യൂട്ട് എന്ന് ആ മേജർ രവിയുടെ വാക്കുകളും കേൾക്കേണ്ടതാണ്. വീരമൃത്യു വരിച്ചു രാമേന്ദ്രന് എൻ്റെ ആദരാഞ്ജലികൾ. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത്, ഞാൻ വളരെ മാനസികമായിട്ട് പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്ന് ഞാൻ ഇവരെ എങ്ങനെ ഫേസ് ചെയ്യും, അദ്ദേഹത്തിന്റെ വൈഫിനെ, മോളെ, മകനെ. പക്ഷെ ഞാനിവിടെ കണ്ടൊരു ഒരു യഥാർത്ഥ രാജ്യസ്നേഹികളെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അമ്മ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപത്നി എഴുന്നേറ്റ് നിന്ന് ഭാരത് മാതാക്ക് ജയ് എന്ന് പറയുന്നു. നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, പക്ഷെ അവര് എന്നോട് പറയണ കരയില്ലേ. മോള് ആരതി ഒരു ഡ്രോപ്പ് കണ്ണീര് വരാതെ ബോൾഡായിട്ട് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്കൊരു ഉദാഹരണമാണ് ഈ രാജ്യത്തിന്റെ. ഇതുപോലുള്ള മക്കളെ വളർത്തിയിട്ടുള്ള ആ അച്ഛൻ നമ്മളെ വിട്ടു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇത്രയും ബോൾഡായിട്ട് മക്കളെ വളർത്തിയിരിക്കുന്നു, ഭാര്യനെയും വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അവരൊക്കെ കാണുന്ന സമയത്ത് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ആയിരിക്കണം. മറ്റേതെന്താ ഗൃഹനാഥനങ്ങ് പോയി എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന വേറെ നമുക്ക് ചിലപ്പോൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദേ ഷോ ഷോക്ക് മീ. ആർദിയുടെ ആ ധൈര്യം കണ്ടിട്ട് ഐ റിയലി സല്യൂട്ടഡ് ഹെർ. ആർദി അവിടെ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ മുഴുവൻ കാണുന്ന സമയത്ത് ദിസ് ഫാമിലി ഡിസേർവ്സ് എ റിയൽ ഗ്യാരണ്ടി. അങ്ങനെ ഒരു സംഭവമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ ഇവിടെ MLA ആരോ പറഞ്ഞു എന്ന് ഞാൻ കേട്ടായിരുന്നു. ബട്ട് എന്ത് തന്നെയായാലും ശരി, ഇതൊക്കെ കാണുന്ന ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഒരു സഹോദരൻ, അതിവിടെ കേരളത്തിന്റെ ആണെങ്കിലും ശരി, ഇന്ത്യയിലെ എവിടുത്തെ ആണെങ്കിലും ശരി, ഇതുപോലുള്ള ഒരു കുറ്റം ചെയ്യാതെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്ന സമയത്ത് ഇനിയെങ്കിലും നമ്മുടെ നാട്ടുകാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതുപോലുള്ള ഭീകരവാദത്തിനെ എതിർക്കാൻ ഒറ്റക്കെട്ടായി ശബ്ദിക്കണം. അവിടെ നിന്നുള്ള രാഷ്ട്രീയവും ജാതിയും മതവും നോക്കരുത്. ഇത്ര എനിക്കിവിടെ പറയാനുള്ളൂ. ഐ റിയലി സല്യൂട്ട് ദിസ് ഫാമിലി. ഞാൻ എനിക്ക് എന്നെ ഒന്നും പറയാനില്ല, സത്യം പറഞ്ഞു. റിയലി moved to see the family. Thank you so much. യഥാർത്ഥത്തിൽ ശ്രീ മേജർ രവി അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് മേജർ രവിക്ക് അദ്ദേഹത്തിന്റെ വിഷമം അടക്കാൻ കഴിയുന്നില്ല. നമുക്കാണെങ്കിലുമേ, അതായത് തലേ ദിവസം 24 മണിക്കൂർ പോലും ആയില്ല അതേപോലെ അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് ആ ഫാമിലി അവിടെ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. എന്നിട്ടും ആത്മധൈര്യത്തോടെ സാധാരണ കാശ്മീരികളെ ചേർത്ത് നിർത്തി അവർ ചെയ്ത നല്ല കാര്യങ്ങളും എന്നാൽ തീവ്രവാദത്തിനെതിരെ അതിശക്തമായ രീതിയിൽ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഇത്തരം കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. മരിച്ച നമ്മളെ വിട്ടകുന്ന ശ്രീ രാമേന്ദ്രന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതേപോലെ രാജ്യത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ വിട്ടകുന്ന ആൾക്കാരും അവരോടെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് ഹാഷ്മി പറഞ്ഞതുപോലെ ശക്തമായൊരു മറുപടി, ശക്തമായൊരു തിരിച്ചടി നമുക്ക് ഇവർക്കും കൊടുക്കാനാകട്ടെ.